മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും ബെറ്റൂസ് ടോക്സിലേക്ക് സ്വാഗതം. ലോഗോസ് ക്വിസ് 2026 പഠനഭാഗമായ ഗലാത്യ 4 അധ്യായത്തിലെ 25ഓളം ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവരും ഇത് കേട്ട് പഠിക്കുന്നതോടൊപ്പം ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. നമുക്ക് നേരിട്ട് നമ്മുടെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: പിന്തുടർച്ചാ അവകാശി വസ്തുവിൻ്റെ ഉടമയാണെങ്കിലും ബാലനായിരിക്കുന്നിടത്തോളം കാലം എന്തിൽ നിന്ന് വിഭിന്നമല്ല? ഓപ്ഷൻസ്: എ അടിമ, ബി മകൻ, സി പുത്രൻ. ഉത്തരം എ അടിമ. 2. ആര് നിശ്ചയിച്ച കാലാവധി വരെയാണ് അവൻ രക്ഷകർത്താക്കളുടെയും കാര്യസ്ഥരുടെയും സംരക്ഷണത്തിലായിരിക്കുന്നത്? ഓപ്ഷൻസ്: എ ദൈവം, ബി പിതാവ്, സി കർത്താവ്. ഉത്തരം ബി പിതാവ്. 3. നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ എന്തിൻ്റെ ശക്തിക്ക് അടിമപ്പെട്ടിരുന്നു? ഓപ്ഷൻസ്: എ കാലത്തിൻ്റെ, ബി ഋതുക്കളുടെ, സി പ്രകൃതിയുടെ. ഉത്തരം സി പ്രകൃതിയുടെ. 4. എപ്പോഴാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചത്? ഓപ്ഷൻസ്: എ കാലം പൂർത്തിയായപ്പോൾ, കാലസമ്പൂർണത വന്നപ്പോൾ, സി കാലാന്തരത്തിൽ. ഉത്തരം ബി കാലസമ്പൂർണത വന്നപ്പോൾ. 5. പുത്രൻ സ്ത്രീയിൽ നിന്ന് ജാതനായി എന്തിന് അധീനനായി ജനിച്ചു? ഓപ്ഷൻസ്: എ നിയമത്തിന്, ബി പ്രകൃതിക്ക്, സി പിതാവിന്. ഉത്തരം എ നിയമത്തിന്. 6. ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നത് എന്തിനെ? ഓപ്ഷൻസ്: എ പുത്രനെ, ബി പിതാവിനെ, സി പുത്രൻ്റെ ആത്മാവിനെ. ഉത്തരം സി പുത്രൻ്റെ ആത്മാവിനെ. 7. നീ ഇനിമേൽ ദാസനല്ല പിന്നെ ആരാണ്? ഓപ്ഷൻസ്: എ അവകാശി, ബി പുത്രൻ, സി ആബാ പിതാവ്. ഉത്തരം സി ആബാ പിതാവ്. 8. ഗലാത്യ 4:3 ഏത് പുതിയ നിയമലേഖനത്തിലേതാണ്? ഓപ്ഷൻസ്: എ റോമ 8:15-17, ബി കൊളോസോസ് 2:20, സി അപ്പസ്തോലൻ പ്രവർത്തനം 16:6. ഉത്തരം ബി കൊളോസോസ് 2:20. 9. ഗലാത്യ 4:9 പൗലോസ് ശ്ലീഹ എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്? ഓപ്ഷൻസ്: എ 2, ബി 3, സി 1. ഉത്തരം എ 2. 10. ഗലാത്യ 4:12 പൗലോസ് ഗലാത്യക്കാരെ എങ്ങനെയാണ് സംബോധന ചെയ്യുന്നത്? ഓപ്ഷൻസ്: എ കുഞ്ഞുങ്ങളെ, ബി മക്കളെ, സി സഹോദരരെ. ഉത്തരം സി സഹോദരരെ. 11. ശാരീരിക അസ്വാസ്ഥ്യമുള്ളപ്പോഴും പൗലോസ് ഗലാത്യക്കാരോട് പ്രസംഗിച്ചപ്പോൾ അവർ പൗലോസിനെ എങ്ങനെയാണ് സ്വീകരിച്ചത്? ഓപ്ഷൻസ്: എ സഹോദരനെ പോലെ, ബി സ്നേഹിതനെ പോലെ, സി ദൈവദൂതനെ പോലെ. ഉത്തരം സി ദൈവദൂതനെ പോലെ. 12. ഗലാത്യ 4:19 പൗലോസ് ഗലാത്യക്കാരെ എങ്ങനെയാണ് സംബോധന ചെയ്യുന്നത്? ഓപ്ഷൻസ്: എ എൻ്റെ മക്കളെ, ബി എൻ്റെ കുഞ്ഞുങ്ങളെ, സി എൻ്റെ കുഞ്ഞുമക്കളെ. ഉത്തരം സി എൻ്റെ കുഞ്ഞുമക്കളെ. 13. ഗലാത്യ 4 അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? ഓപ്ഷൻസ്: എ 1, ബി 2, സി 3. ഉത്തരം ബി 2. 14. ഗലാത്യ 4 അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഓപ്ഷൻസ്: എ 30, ബി 32, സി 31. ഉത്തരം സി 31. 15. ഗലാത്യ അധ്യായം 4 ആദ്യത്തെ ശീർഷകം ഏത്? ഓപ്ഷൻസ്: എ ഹാഗാറും സാറായും, ബി ഗലാത്യക്കാരെക്കുറിച്ച് വ്യഗ്രത, സി പുത്രത്വവും അവകാശവും. ഉത്തരം ബി ഗലാത്യക്കാരെക്കുറിച്ച് വ്യഗ്രത. 16. ഗലാത്യ 4:13 ഏത് പുതിയ നിയമഭാഗമാണ്? ഓപ്ഷൻസ്: എ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:6, ബി 1 കോറിന്തോസ് 5:6, സി റോമ 3:20. ഉത്തരം എ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:6. 17. ഹാഗാർ എന്തിൻ്റെ പ്രതീകമാണ്? ഓപ്ഷൻസ്: എ ഇന്നത്തെ ജെറുസലേമിൻ്റെ, ബി സീനായ് മലയുടെ, സി ദാസിയുടെ. ഉത്തരം എ ഇന്നത്തെ ജെറുസലേമിൻ്റെ പ്രതീകമാണ് ഹാഗാർ. 18. ഗലാത്യ 4 അധ്യായത്തിൽ സഹോദരരെ എന്ന് ഏതൊക്കെ വാക്യങ്ങളിൽ ഉണ്ട്? ഓപ്ഷൻസ്: എ 12, 28, 31, ബി 13, 27, 30, സി 14, 28, 31. ഉത്തരം എ 12, 28, 31. 19. ദൈവത്തെ അറിയാതിരുന്ന കാലത്ത് നിങ്ങൾ എന്തിനെയാണ് സേവിച്ചത്? ഓപ്ഷൻസ്: എ പ്രപഞ്ചത്തെ, ബി ദൈവത്തെ, സി ദൈവമല്ലാത്തവയെ. ഉത്തരം സി ദൈവമല്ലാത്തവയെ.
20 നിങ്ങളെക്കുറിച്ച് ഞാൻ അസ്വസ്ഥനാണ്. അത് ആരെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്? ഓപ്ഷൻസ് എ പൗലോസ് ഗലാത്യക്കാരെക്കുറിച്ച്, ബി പൗലോസ് ഹാഗാറിനെക്കുറിച്ച്, സി പൗലോസ് അബ്രാഹത്തെക്കുറിച്ച്. ഉത്തരം എ പൗലോസ് ഗലാത്യക്കാരെക്കുറിച്ച്. 21 ആലങ്കാരികമായി പറഞ്ഞാൽ ഈ സ്ത്രീകൾ ആരാണ്? ഓപ്ഷൻസ് എ 2 ഭാര്യമാരാണ്, ബി 2 ഉടമ്പടികളാണ്, സി 2 ജെറുസലേംകാരാണ്. ഉത്തരം ബി 2 ഉടമ്പടികളാണ്. 22ാമത്തെ ചോദ്യം. ദാസിയെയും അവളുടെ പുത്രനെയും നിഷ്കാസനം ചെയ്യുവിൻ എന്ന് പറയുന്നത്? ഓപ്ഷൻസ് എ വിശുദ്ധ ലിഖിതം, ബി പ്രവാചകൻ, സി ദൈവം. ഉത്തരം എ വിശുദ്ധ ലിഖിതം. 23 പ്രസവിക്കാത്ത വന്ധ്യയെപ്പറ്റി എന്താണ് എഴുതപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻസ് എ സന്തോഷിക്കുക, ബി ആഹ്ലാദിക്കുക, സി ആർപ്പ് വിളിക്കുക. ഉത്തരം സി ആർപ്പ് വിളിക്കുക. 24ാമത്തെ ചോദ്യം. ഇസഹാക്കിനെ പോലെ നമ്മൾ ആരാണ്? ഓപ്ഷൻസ് എ ആത്മാവിൻ്റെ മക്കൾ, ബി വാഗ്ദാനത്തിൻ്റെ മക്കൾ, സി ദൈവത്തിൻ്റെ മക്കൾ. ഉത്തരം ബി വാഗ്ദാനത്തിൻ്റെ മക്കൾ. 25 ഗലാത്യ 4:27 ഏത് പഴയ നിയമ ഗ്രന്ഥത്തിൽ നിന്നുള്ളതാണ്? ഓപ്ഷൻസ് എ ഏശയ്യ 54:1, ബി ഉൽപ്പത്തി 16:15, സി നിയമാവർത്തനം 21:23. ഉത്തരം എ ഏശയ്യ 54:1. താങ്ക് യു.